കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. തിരുവനന്തപുരത്തും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. എന്തായാലും നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ BJP പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. ഓട ശുചീകരണത്തിന് പോലും കോർപ്പറേഷനിൽ ഫണ്ടില്ല. നികുതി ഇനത്തിൽ കോർപ്പറേഷൻ പിരിച്ചെടുക്കാനുള്ളത് ലക്ഷങ്ങളാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നൽകുന്നില്ല. 50 വർഷം CPM ഭരിച്ച കോർപ്പറേഷൻ അഴിമതിയുടെ ഹബ്ബ് എന്ന ആക്ഷേപമാണ് ശക്തമായി തന്നെ ഉയരുന്നത്. വിവരങ്ങൾ നൽകാനായി ദിസ്ന ഉണ്ട്. ദിസ്ന, പ്രത്യക്ഷ സമരത്തിലേക്കാണ് ഇനി പോകുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാഗി, കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു ചരിത്രം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ എടുത്തു പറയുവാനോ അനവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത് കെട്ടിട നമ്പർ ക്രമക്കേട്, 2 ഇലക്ട്രിക് ഓട്ടോയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, മാത്രമല്ല ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേനയുടെ മറ്റൊരു പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ ജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് എടുത്തു പറയുവാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ടതാണ്, BJPയുടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. PK കൃഷ്ണദാസ് ആണ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത്തരത്തിൽ ഈ കോർപ്പറേഷൻ CPMന്റെ ഒത്താശയോടുകൂടി മാത്രം ഭരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ BJP ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് രാഗി. ഈ സൈക്കിൾ പദ്ധതിയൊക്കെ തന്നെ, അതായത് സ്ത്രീകളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സൈക്കിൾ പദ്ധതി കോർപ്പറേഷൻ തലത്തിൽ നടപ്പിലാക്കുന്നത്. പക്ഷെ ആ സൈക്കിൾ പദ്ധതിയിൽ എത്ര പദ്ധതികൾ നടപ്പിലായി എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം സൈക്കിൾ കൊണ്ടുവന്നു, ഔദ്യോഗികമായ ഉദ്ഘാടനം ഒക്കെ നടപ്പിലാക്കി, പിന്നീട് സൈക്കിൾ കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നീട് ആ പദ്ധതികൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പ്രധാനമായും എടുത്തു പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഈ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നു, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊരു പ്രശ്നം വരുന്നത് നഗരത്തിലെ മാലിന്യ പ്രശ്നമാണ്. ആ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണുവാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുമില്ല രാഗി. എന്തായാലും നമ്മൾ ഈ ചിക്കന്റെ ഒക്കെ ഈ അറവ് വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. പൊതുനിരത്തിൽ ആ വേസ്റ്റുകളൊക്കെ തന്നെയും കുമിഞ്ഞുകൂടി ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയത് കണ്ടതാണ്. അത്തരത്തിൽ കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നിരവധിയാണ്. എന്തായാലും BJP പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ തുടക്കമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ആ സമരത്തെ, അതായത് ബാരിക്കേഡുകൾ വെച്ച് കോർപ്പറേഷന്റെ അകത്ത് കയറാതെ പോലീസ് തടഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇന്നൊരു കൗൺസിൽ യോഗമുണ്ട്. ആ കൗൺസിലിൽ പുതിയ പദ്ധതികൾ ഉണ്ടാവും. പദ്ധതികളെ ചൊല്ലി കൗൺസിലർമാർ തമ്മിലുള്ള ബഹളമൊക്കെ തന്നെയും നമ്മൾ കാണാറുള്ളതാണ്. എന്തായാലും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ആ പദ്ധതികളുടെ പൂർത്തീകരണം ജനങ്ങളിലേക്ക് എങ്ങനെ ആ പദ്ധതികൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അതിന് അനവധി ഉദാഹരണങ്ങൾ ഉണ്ട് രാഗി. എടുത്തു പറയേണ്ടത് സൈക്കിൾ പദ്ധതി, വേസ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മഴ പെയ്താൽ കോഴിക്കോട് നഗരം മൊത്തത്തിൽ വെള്ളക്കെട്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഓടകളൊക്കെ തന്നെയും ശുചീകരിക്കുന്നവർക്ക് പോലും കൃത്യമായ വേതനം നൽകാത്ത പ്രശ്നം. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷനുമായി ഉയർന്നു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് രാഗി. കൃഷ്ണ, ഞാൻ നോക്കുമായിരുന്നു നമ്മുടെ യൂട്യൂബ് കമന്റ്സിലൊക്കെ പരിഹാസ രൂപേണ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ പലയിടത്തും മഴയാണ് എന്ന്. ദിസ്ന, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കുടയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. അവിടെ മഴയാണോ? തീർച്ചയായും രാഗി, ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ തന്നെയാണ് മഴ കനത്തു പെയ്യുന്നത്. പ്രത്യേകിച്ച് മുക്കം ഭാഗങ്ങളിലൊക്കെ തന്നെ. ഈ കോഴിക്കോടിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ മാനാഞ്ചിറ, അതായത് പ്രത്യേകിച്ച് ഈ മിഠായി തെരുവിനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തൊക്കെ തന്നെയും BJP തോണിയിറക്കി നടത്തിയ പ്രതിഷേധം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തിന് ശേഷം അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ മഴയായാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും, അതായത് സ്വകാര്യ വാഹനങ്ങളിലാണെങ്കിൽ പോലും വലിയ ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. റോഡിൽ കുഴികളുണ്ട്, അതോടൊപ്പം തന്നെ മുട്ടറ്റം വരെ വെള്ളവും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ. അത്തരത്തിൽ വലിയ രീതിയിൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലാണ് മഴ പെയ്യുന്നത്. മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും മഴയുടെ തീവ്രത കുറവാണെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാഗി. ശരി ദിസ്ന.